ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കുറച്ച് സീരിയസ് ആണ്, പക്ഷെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത്, കുട്ടിക്കാലത്ത് നമുക്ക് വേണ്ടത്ര സ്നേഹം കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് മാറ്റുന്നത്, വലുതാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് എത്രത്തോളം ബാധിക്കും, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് സ്നേഹം സ്വീകരിക്കുന്നത് ഇത്ര വലിയൊരു പാടായി തോന്നുന്നത് എന്ന്? ചിലർക്ക് സ്നേഹം തരുമ്പോൾ അതൊരു ഭയങ്കര അസ്വസ്ഥതയാണ്. എന്തുകൊണ്ടാണത്? ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒന്നാണെങ്കിൽ, ഇതുപോലത്തെ സൈക്കോളജി വിഷയങ്ങൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണിത് കാണുന്നതെന്ന് കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പലരും വിചാരിക്കുന്നത് കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വലുതാവുമ്പോൾ മറന്നു പോകും എന്നാണ്. പക്ഷേ സത്യം അതല്ല. ആ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് സ്നേഹം കിട്ടാതെയുള്ള അനുഭവങ്ങൾ, നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിയും. അതൊരു പ്രതിധ്വനി പോലെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെയും വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്: അറ്റാച്ച്മെന്റ് വൂണ്ട്സ്, അഥവാ ബന്ധങ്ങളിലെ മുറിവുകൾ. സംഭവം ഇത്രയേ ഉള്ളൂ. കുട്ടിക്കാലത്ത് നമുക്ക് സ്ഥിരമായി സ്നേഹമോ ഒരു സുരക്ഷിതത്വമോ അല്ലെങ്കിൽ നീ കൊള്ളാം എന്നൊരു വാക്കോ കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിന്റെ വയറിങ്ങിനെ വരെ മാറ്റിക്കളയും, അക്ഷരാർത്ഥത്തിൽ. പിന്നീട് നമ്മുടെ ഓരോ ചിന്തകളെയും പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്നത് ഈ മാറ്റങ്ങളായിരിക്കും. അപ്പോൾ ഈ അറ്റാച്ച്മെന്റ് മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? പ്രധാനമായും ഒരു 5 രീതികളിലാണിത് കാണാൻ കഴിയുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തെ പാറ്റേണാണ് ഈ നിരന്തരമായ ഒരു സ്കാനിങ് അല്ലെങ്കിൽ അമിതമായൊരു ജാഗ്രത. ഇതെങ്ങനെയെന്നാൽ, നിങ്ങളുടെ പാർട്ട്ണർ അയക്കുന്ന ഒരു മെസ്സേജ് എടുത്ത് അതിലെ ഓരോ വാക്കും കുത്തിയിരുന്ന് വിശകലനം ചെയ്യുക. അവരുടെ സംസാരത്തിൽ ചെറിയൊരു ടോൺ മാറ്റം വന്നാൽ മതി, അയ്യോ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ചിന്തിച്ചു കൂട്ടുക. എപ്പോഴും ഒരു പേടിയായിരിക്കും, ഇവരെന്നെ ഇട്ടിട്ട് പോകുമോ എന്ന്. ബന്ധങ്ങളിൽ എവിടെയാണ് വിള്ളൽ വരുന്നത് എന്നിങ്ങനെ സദാ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് ഈ പാറ്റേണിന്റെ ലക്ഷണങ്ങൾ. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും, അയ്യോ ഇതെനിക്ക് ഭ്രാന്താണോ എന്ന്. അല്ല, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, ഇതൊരു സംശയരോഗവുമല്ല. സത്യത്തിൽ ഇതൊരു സർവൈവൽ മെക്കാനിസമാണ്. അതായത്, കുട്ടിക്കാലത്തെ എപ്പോഴാണ് ദേഷ്യം വരുന്നത്, എപ്പോഴാണ് സ്നേഹം കിട്ടുന്നതെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരു വീട്ടിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വളർന്നത്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ പഠിച്ചെടുത്ത ഒരു അതിജീവന മാർഗമാണിത്. സൈക്കോളജിയിൽ ഇതിനെ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് കൃത്യമായി പറയും. കുട്ടിക്കാലത്ത് കിട്ടിയ പരിചരണം ഒരു സ്ഥിരതയില്ലാത്തതായിരുന്നു. ചിലപ്പോൾ സ്നേഹം കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ആ ഒരു അനിശ്ചിതത്വത്തിൽ നിന്നുണ്ടാകുന്ന ഒരവസ്ഥയാണിത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് ഇപ്പോഴും ആ പഴയ കുട്ടിക്കാലത്താണ്. അന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഇപ്പോഴും പ്രവചിച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ പാറ്റേണിലേക്ക് പോകാം. ഇതും വളരെ സാധാരണയായി കാണുന്ന ഒന്നാണ്: ദയയെ ഒഴിവാക്കുക, അല്ലെങ്കിൽ സ്നേഹത്തെ തട്ടിമാറ്റുക. അതായത്, ആരെങ്കിലും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ ഒരു കംഫർട്ട് തോന്നുന്നതിന് പകരം വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. ഇതെന്തുകൊണ്ടാണെന്നറിയോ? കാരണം കുട്ടിക്കാലത്ത് നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നി ഒരു വിശ്വാസമുണ്ട്, ഒരു നെഗറ്റീവ് കോർ ബിലീഫ്. ആ വിശ്വാസം ഇതാണ്: ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല, യോഗ്യ അല്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്തയാണിത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാൽ, ആരെങ്കിലും നിങ്ങളെ അഭിനന്ദിക്കുകയോ നിങ്ങളോട് സ്നേഹം കാണിക്കുകയോ ചെയ്യുമ്പോൾ അത് നിങ്ങളിലുള്ള ആ പ്രോഗ്രാമുമായിട്ട് ചേരുന്നില്ല. ഞാൻ കൊള്ളില്ല എന്ന സോഫ്റ്റ്വെയറിലേക്ക് നീ കൊള്ളാം എന്നൊരു ഡേറ്റ വരുമ്പോൾ സിസ്റ്റം എറർ കാണിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ ആ നല്ല കാര്യങ്ങളെ അങ്ങ് തള്ളിക്കളയും. കാരണം ആന്തരികമായി നിങ്ങൾ വിശ്വസിക്കുന്നതുമായി അത് പൊരുത്തപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണിത്. അടുത്തത് മൂന്നാമത്തെ പാറ്റേൺ: സ്വന്തം മൂല്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതായത്, സ്നേഹം വെറുതെ കിട്ടുന്ന ഒന്നല്ല, അത് കഷ്ടപ്പെട്ട് സമ്പാദിക്കേണ്ട ഒന്നാണ് എന്നൊരു തോന്നൽ. ഇതിന്റെ ഭാഗമായിട്ടാണ് ചിലർ എപ്പോഴും മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ നടക്കുന്നത്, അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് പുറകെ ഒരുതരം ഭ്രാന്തമായ ഓട്ടമോടുന്നത്. നോക്കൂ, സ്നേഹമെന്ന് പറയുന്നത് ഉപാധികളില്ലാതെ കിട്ടേണ്ട ഒന്നാണ്. നീയായിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു ഫീൽ. പക്ഷെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് സ്നേഹം കിട്ടിയിരുന്നത് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുമ്പോഴോ എന്തെങ്കിലും നേടുമ്പോഴോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിതാണ്: സ്നേഹം സമ്പാദിക്കേണ്ട ഒന്നാണ്. ഈ 2 തരം സ്നേഹവും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. ഒന്ന് സുരക്ഷിതത്വം തരും, മറ്റേതെപ്പോഴും ഒരുതരം ടെൻഷനും ക്ഷീണവുമായിരിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഫിനിഷിംഗ് ലൈൻ ഇല്ലാത്ത ഓട്ടമാണ്. നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. കാരണം പുറത്തുനിന്ന് കിട്ടുന്ന എത്ര വലിയ അവാർഡിനോ അംഗീകാരത്തിനോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ മുറിവുണക്കാൻ പറ്റില്ല. ആ ശൂന്യത നികത്താൻ അതിന് കഴിയില്ല. ഓക്കെ, ഇനി നാലാമത്തെ പാറ്റേൺ. ഇത് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഒതുങ്ങുന്ന ഒന്നാണ്.
സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു തരം വൈകാരിക മരവിപ്പ്. അതായത് കൂടുതൽ വേദനിക്കാതിരിക്കാൻ വേണ്ടി വികാരങ്ങളെ അങ്ങ് ഓഫ് ചെയ്തു വെക്കുക. ഇതും തലച്ചോറിന്റെ ഒരു പ്രതിരോധ തന്ത്രമാണ്. ഇനിയും വേദന സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഫീലിംഗ്സ് എന്ന സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാം എന്ന് ബ്രെയിൻ തീരുമാനിക്കും. ഇതിനെ ഡിസോസിയേഷൻ എന്നൊക്കെ പറയും. പക്ഷേ ഇതിന്റെ അപകടം എന്താണെന്നാൽ വേദന മാത്രമല്ല ഇല്ലാതാവുന്നത്, സന്തോഷവും സ്നേഹവും ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റാതെ വരും. നിങ്ങൾ നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. പുറമേ നിന്ന് കാണുന്നവർക്ക് നിങ്ങൾ കൂളാണെന്ന് തോന്നും, പക്ഷെ ഉള്ളിലൊരു ശൂന്യതയായിരിക്കും. ഇനി അവസാനത്തെ 5ാമത്തെ പാറ്റേൺ. ഇതും ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒന്നാണ്. താൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമാവുമോ എന്നുള്ള നിരന്തരമായ ഭയം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നോ? എന്തിനും ഏതിനും സോറി പറയുക, ഒരു സഹായം ചോദിക്കാൻ 100 വട്ടം ആലോചിക്കുക, എന്തു വിഷമം വന്നാലും അത് പുറത്തു കാണിക്കാതെ ഉള്ളിലൊതുക്കി ഒറ്റയ്ക്ക് കരഞ്ഞു തീർക്കുക, സ്വന്തം ആവശ്യങ്ങൾ എപ്പോഴും ചെറുതായി കാണുക. കാരണം കുട്ടിക്കാലത്ത് നിങ്ങളൊരു ആവശ്യം പറയുമ്പോൾ അത് വീട്ടുകാർക്കൊരു ശല്യമായിട്ടായിരിക്കാം തോന്നിയിട്ടുണ്ടാവുക. ആ പാഠമാണ് നിങ്ങളിപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ 5 പാറ്റേണുകളും നമ്മൾ കണ്ടു. ഇവിടെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞതൊന്നും നിങ്ങളുടെ കുറവുകളല്ല. ഇവയൊന്നും നിങ്ങളുടെ സ്വഭാവ ദൂഷ്യവുമല്ല. ഇവയെല്ലാം നിങ്ങൾ അതിജീവിക്കാൻ വേണ്ടി പഠിച്ചെടുത്ത തന്ത്രങ്ങൾ മാത്രമാണ്. ഈ വാചകം നിങ്ങൾ ശരിക്കും ഉള്ളിലേക്കെടുക്കണം. നിങ്ങൾ തകർന്നടിഞ്ഞ ഒരാളല്ല. നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് വേണ്ടത് തരാത്ത ഒരു കുട്ടിക്കാലത്തെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് സ്വയം രൂപപ്പെടുത്തിയെടുത്തെടുത്തതാണ് ഈ രീതികൾ. ഇത് നിങ്ങളുടെ ബലഹീനതയല്ല, നിങ്ങളുടെ അതിജീവനത്തിന്റെ, നിങ്ങളുടെ ശക്തിയുടെ തെളിവാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ആവശ്യങ്ങൾ ഉണ്ടാവുക എന്നത് നിങ്ങളെ ഒരു ഭാരമാക്കുന്നില്ല, അത് നിങ്ങളെ ഒരു മനുഷ്യനാക്കുകയാണ് ചെയ്യുന്നത്. വിശക്കുന്നതും ദാഹിക്കുന്നതും സ്നേഹമാഗ്രഹിക്കുന്നതുമൊക്കെ മനുഷ്യസഹജമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു ഭാരമാണെന്ന് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് നിങ്ങൾക്കല്ല, അവരെയാണ്. അതുകൊണ്ട് ഈ പാറ്റേണുകൾ നിങ്ങളിലുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ആ തിരിച്ചറിവാണ് ഹീലിംഗിലേക്കുള്ള, ഉള്ളിലെ മുറിവുകൾ ഉണക്കുന്നതിലേക്കുള്ള ആദ്യത്തെ പടി. അവിടെ നിന്നാണ് ആരോഗ്യപരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള യാത്ര തുടങ്ങുന്നത്. ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.